ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പോൾ തുടങ്ങി കാണുന്നത് നമ്മുടെ സുധീനെയാണ്. അപ്പോൾ സുധി ശരത്തിനെ പിടിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ബാഗൊക്കെ വാങ്ങിച്ച് നിലത്തിട്ടു. അങ്ങനെ അങ്ങ് പോയാലോ, എന്നെ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഇവൻ്റെ പോക്കറ്റും മറ്റുള്ള ദേഹമൊക്കെ പരിശോധിക്കുകയാണ്. വിട്, മര്യാദയ്ക്ക് നിങ്ങൾ വിട് എന്നൊക്കെ പറഞ്ഞ് രേവതി പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ സുധി കേട്ടിട്ടില്ല. സുധി ഭയങ്കര ഷോ വെച്ചിട്ട് ശരത്തിൻ്റെ നേരെ തിരിയാണ്. അപ്പോൾ ശരത്ത് വേഗം നിലം തിരിച്ചിട്ട് ഗതി കിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആന മുട്ടിയ ചേരയും കടിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ശരത്ത് കയറി സുധിയുടെ കോളറിനങ്ങ് പിടിച്ചു. ഇതോടെ കണ്ടപ്പോഴത്തേനും ഇടാ നീ കോളറിന് പിടിക്കുന്നോ എന്ന് ചന്ദ്ര. അപ്പോൾ ഇവർ തമ്മിൽ അടിയാകുമെന്ന് കരുതിയിട്ട് വേഗം തന്നെ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, കല്യാണി. അപ്പോൾ അവൾ ഇതിനിടയ്ക്കോട്ട് കയറുകയാണ്. ഇടയ്ക്കോട്ട് കയറിയിട്ട് വിടറ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശരത്തിന് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, ചെകിടത്ത് നോക്കിയിട്ട്. അപ്പോൾ ഇത് കണ്ട് ആഹാ ചന്ദ്രയ്ക്ക് എന്തോ ഒരു സന്തോഷം എന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ഇത് കണ്ടിട്ട് രേവതിയുടെ രക്തം തിളച്ചു കേട്ടോ. രേവതി അങ്ങോട്ട് ചൂടായി അങ്ങോട്ട് വന്നിട്ട് ശ്രുതി എന്ന് വിളിച്ചു. നീ എന്ത് പണിയാണ് നീ കാണിച്ചത്? നീ എന്താടി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. നീ എന്തിനാ എൻ്റെ അനിയനെ ഇപ്പം അടിച്ചത് എന്ന് ചോദിച്ചു. ചോദിച്ചായിട്ടില്ലേ, ഇവനെ അടിക്കാൻ നിനക്കെന്ത് അധികാരമാണ് ഉള്ളത്? നീ ആരാ ഇവൻ്റെ അടിക്കാൻ? ഇവനെ സുധിയുടെ ഷർട്ടിൽ പിടിച്ച് അടിക്കാൻ നിൽക്കുമ്പോൾ നീ നോക്കി നിൽക്കണോ? ഇവൻ അയാളെ അടിക്കാൻ നോക്കിയിരുന്നോ? ചോദിച്ചത് നീ കേട്ടില്ലേടി എന്ന് ചോദിച്ചോ. എന്ത് ധൈര്യത്തിലാണ് നീ ഇവരുടെ മേൽ കൈവച്ചത് എന്ന് ചോദിച്ചു. അപ്പം രേവതി ഇന്ന് ചൂടാണ്. വാ അടിക്കടി എന്ന് പറഞ്ഞ ചന്ദ്ര. ഇവനെ അടിച്ചതിന് പകരം നീ ഇവനെ അടിക്കുമോ, ഇവളെ അടിക്കുമോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ സുധിയുടെ ചെകിടത്ത് നോക്കി ഒരെണ്ണം രേവതി കൊടുക്കുമായിരുന്നെങ്കിൽ നല്ല മാസമായേനെ. പക്ഷേ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് നോക്കിയിരിക്കുന്നത്? ഈ കള്ളനെ പിടിച്ച് പുറത്താക്കട എന്ന് പറഞ്ഞ് ഇവനെ വലിച്ചുകൊണ്ട് പോയി പിടിച്ച് തള്ളി അങ്ങ് വിടുകയാണ്. ഈ സമയത്താണ് സച്ചി കറക്റ്റ് മാസമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. സച്ചിയുടെ കയ്യിലേക്ക് അങ്ങ് പിടിച്ചു കേട്ടോ. അപ്പോൾ സച്ചി നോക്കിയപ്പോഴത്തേനും പാവശരത്ത് കരഞ്ഞു കലങ്ങി. കൂടെ ശ്രീകാന്തും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിട്ടാ എന്ന് ചോദിച്ചു. ശ്രീയും കൂടെ വന്നു. അപ്പോൾ വേഗം തന്നെ ഇവൻ്റെ വിഷമവും പ്രയാസവും ഒക്കെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. രേവതി അവിടെ ഒന്ന് കരയുന്നുമുണ്ട്. അപ്പോൾ ഒന്ന് നോക്കി അന്നേരത്തേനും ഇവരെല്ലാവരും ഒന്ന് പതുങ്ങി കേട്ടോ. സച്ചിയെ കണ്ടപ്പോഴത്തേനും ഇനി എന്താണേലും അടിപൊളിയായിരിക്കുമല്ലോ. നമ്മുടെ ശരത്തിനെയും കൂട്ടിക്കൊണ്ട് സച്ചി അകത്തേക്ക് തന്നെ കയറിക്കൊണ്ട് വരികയാണ്. എന്തിനാണ് നീ ഇവനെ അകത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നത്? ഇവനൊരു കള്ളനാ. അത് നിൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് ഇവനാ. അതെനിക്കറിയാം എന്ന് പറഞ്ഞു സച്ചി. വളരെ കൂളായിട്ടാണ് പറഞ്ഞത്. അതിപ്പോൾ എന്താ, നിങ്ങൾക്കെന്താ ഇപ്പോൾ പ്രശ്നം? ഇവൻ ബൈക്ക് മോഷ്ടെങ്കിൽ ഇങ്ങനൊരു കുടുംബത്തിൽ നിന്നാണല്ലോ നീ പെണ്ണ് കിട്ടിയത്. കഷ്ടം തന്നെ. അതെ, കുടുംബ മഹിമയൊക്കെ വിട. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പെണ്ണ് കെട്ടിയിരിക്കുന്നത്. ബൈക്ക് മോഷ്ടിച്ചതൊക്കെ പഴയ കഥയാണ്. അതിപ്പോൾ എന്തിനാ നിങ്ങൾ ഇവിടെ ഇപ്പം ഈ സമയത്ത് എടുത്തിട്ടത്? ചോദിച്ചിട്ടില്ലേ? അപ്പോൾ ഇവർ മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മേ, ഇവനോടൊന്ന് സംസാരിക്കേണ്ടതൊക്കെ അമ്മേ. ഇവനേ ഒരു കുടിയൻ. ഇവനുള്ള കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ ഇവരൊക്കെ പിന്നെ എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഓ, അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടിയ ഉത്തമ, ഇങ്ങോട്ട് വാടാ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു സച്ചി. എടാ, പേരും കള്ളനായ നീ തന്നെ ഇതൊക്കെ പറയണം. അതെ, കേട്ടതി? അതെ, മോഷണത്തിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണ് നിൻ്റെ കെട്ടിയവൻ. ഇവൻ്റെ കാർഡിൽ കുറച്ച് ഡിഗ്രികൾ കാണുമായിരിക്കും. മോഷണത്തിൽ കിട്ടിയ ഡിഗ്രി മാത്രം ആ കള്ളൻ അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ശ്രുതിക്കും എല്ലാവർക്കും വയറ് നിറച്ച് കിട്ടുന്നുണ്ട്. എടാ, ഇവിടെ എന്താ നടന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ചന്ദ്ര. അറിയാം, പോലീസുകാർ വന്ന് സംസാരിച്ചു പോയതല്ലേ. അച്ഛനെല്ലാം വിളിച്ചെന്നോട് പറഞ്ഞിരുന്നു. എല്ലാം എനിക്ക് മനസ്സിലാകുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് സച്ചിയുടെ വരവ്. അപ്പോൾ ഇനിയും മിണ്ടാൻ പറ്റിയില്ല. ഇനിയും മിണ്ടിട്ടുണ്ടെങ്കിൽ സുധിയുടെ ചകിട്ട് പൊളിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേനും ബുക്സും ബാഗും എല്ലാം അവൻ്റെ തറയിൽ കിടക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ രേവതി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ രേവതി പറഞ്ഞു, അതെ, ഇയാൾ ഒറ്റ ഒരുത്തൻ ശരത്ത് ഇവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇയാൾ ചെക്ക് ചെയ്തിട്ട് താഴെ ഇട്ടതാ എന്ന് പറഞ്ഞു. ഇതോടെ കേട്ടപ്പോൾ സച്ചിയുടെ ചോര തിളച്ചു കേട്ടോ. എന്താ ഏട്ടായി കാണിച്ചത് എന്ന് ചോദിച്ചു ശ്രീകാന്ത്. ഇത്ര താഴ്ന്നായി പോയല്ലോ. അപ്പോൾ സച്ചി നേരെ ചെന്നിട്ട്, കിട്ടിയ അവസരം നീ മുതലാക്കി അല്ലടാ. അപ്പം വേഗം തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതെ, എടാ ശരത്തെ, നീ എന്തിനാടാ ഇവർക്കൊക്കെ കൊള്ളാനായിട്ട് നീ നിന്ന് കൊടുത്തല്ലേ? ഇവൻ വാഴയാടാ, വെറും വാഴ. ഒരു കാറ്റ് വന്നാൽ ഇവൻ വീണു പോകും. നിനക്ക് രണ്ടെണ്ണം കൊടുക്കായിരുന്നില്ലടാ ഇവൻ്റെ ചെകിട് നോക്കി എന്ന് ചോദിച്ചോ. നീ എന്താടാ ഇവനെ കൊണ്ട് എൻ്റെ മോനെ തള്ളിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു. ഇവനെ ശ്രുതിയുടെ ഷർട്ടിൽ കയറി പിടിച്ചതാ. നമ്മുടെ ശ്രുതി അവളുടെ കവലത്തൊന്ന് പൊട്ടിച്ചതുകൊണ്ട് അവൻ പിന്മാറിയതാ. നീ എടി എന്ന് വിളിച്ചു. നീ എന്തിനാണ് ഇവനെ തല്ലിയത് എന്ന് ചോദിച്ചു സച്ചി. സച്ചിയുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പതറിയാ നിൽക്കണത്. പേടിയുണ്ട് ശരിക്കും.
അത് പിന്നെ ശ്രുതിയെ അവൻ തല്ലുമോ എന്ന് ഓടിച്ചിട്ട് അടിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ തല്ലിയതാ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ശരത്ത് പറയാണ്, ഇല്ല സച്ചേട്ടാ, ഞാൻ ഒരിക്കലും അയാളെ തല്ലാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇയാൾ എന്നെ വളരെ ടോർച്ചർ ചെയ്തപ്പോഴത്തേനും, എന്നെ വളരെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോഴത്തേനും ഞാൻ കോളറിൽ കയറി പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു. സത്യം എന്താണെന്ന് ഇവരും കേട്ടു കേട്ടോ. അപ്പോൾ നിൽക്കുകയാണ്, മോഷ്ടിക്കാൻ വന്നതും പോരാ, അത് ചോദിച്ച് ഇവൻ്റെ ഷർട്ടിൽ കയറി പിടിക്കുകയും ചെയ്യുന്നു. നീ അവനെ ന്യായീകരിക്കാൻ നോക്കല്ലേ. ശ്രുതി, നീ വെറുതെ പോലീസിനെ പിടിക്കുക, അവരെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യട്ടെ. ചന്ദ്രേ, നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങളും മിണ്ടാതിരിക്കുക, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ശ്രുതി, നീ വേഗം പോലീസിനെ വിളിക്കുക. അപ്പോൾ ശ്രുതി വേഗം ഫോൺ എടുക്കാൻ പോവാ. വിളിക്ക്, പോലീസിനെ വിളിക്കുക, വേഗം വാ. ശരത്തിനെ അല്ല, നിങ്ങളെ കെട്ടിയവനെ ആയിരിക്കും മിക്കവാറും പൊക്കിക്കൊണ്ട് പോകണം കേട്ടോ എന്ന് പറഞ്ഞു ശ്രുതിയോട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ഇതെന്താ വാദി പ്രതിയാവുമോ? വിളിക്കാനല്ലേ പറഞ്ഞത്, പോയി വിളിക്കടി. നീ എന്താ വിളിക്കണില്ലേ? എന്താ നീ നോക്കി നിൽക്കുന്നത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവൻ എൻ്റെ ബൈക്ക് എടുത്തിരുന്നു. ആ കേസൊക്കെ മുമ്പേ കോംപ്രമൈസ് ആക്കിയതാ. എനിക്ക് ഒരു പരാതിയില്ല. ഇപ്പം അവനൊന്നും മോഷ്ടിച്ചിട്ടുമില്ല. പിന്നെ പോലീസ് വന്നാൽ എങ്ങനെ പിടിച്ചോണ്ട് പോകും? പോലീസ് വരട്ടെ, അവർ വെറും കൈയോടെ മടങ്ങില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒറിജിനൽ കള്ളൻ ഇവിടെ നിൽപ്പുണ്ടല്ലോ, ഇവനെ തന്നെ ഞാൻ പിടിച്ചു കൊടുക്കും. പിന്നെ അതിനൊരു സംശയമില്ല, എനിക്കും ശ്രീകാന്തിന് അവകാശപ്പെട്ട കാശ് എടുത്തിട്ടാ ഇവൻ ഓടിപ്പോയിരിക്കണത്. എന്തേ, 50 ലക്ഷം രൂപ പല വകുപ്പോ ചുമത്തി ഇവനെതിരെ കേസെടുക്കാൻ പറ്റും. അവർക്കെതിരെ ഞങ്ങൾ പരാതി എഴുതി കൊടുക്കാം. പിടിച്ചോണ്ട് പോയി ഇവനെ ജയിലിടട്ടെ. എന്തേ, അപ്പം നിൻ്റെ സൂക്കടങ്ങ് തീരുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാ നിൽക്കുകയാണ്. അപ്പോൾ ശരത്ത് നിൽപ്പുണ്ട്, എല്ലാവരും നിൽപ്പുണ്ട്. 50 ലക്ഷം രൂപയും കൊണ്ടാണ് മുങ്ങിയത്. ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെടി എന്ന് ചോദിച്ചു. അയ്യോ, ശ്രുതി കാശ് മോഷ്ടിച്ചിട്ടൊന്നുമില്ല, കൊടുത്ത കാശ് വാങ്ങിച്ചതാ എന്ന് പറഞ്ഞു. അച്ഛനെ പൊറ്റിച്ച കാശുമായിട്ട് മുങ്ങിയതാ ഇവൻ. അറിയോ നിനക്ക്? ആ കാശ് ഇവനൊരു പെണ്ണിന് കൊണ്ട് കൊടുത്തു. അവൾ ആ കാശ് കൊണ്ട് മുങ്ങി. എന്തേ, ആ കാശിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ. ആ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇവിടെ വന്നത് തന്നെ. എങ്കിൽ നീ കേട്ടോ, പെണ്ണിനെതിരെ ഇവൻ കേസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കേസ് കൊടുത്തുകൂടാ? രണ്ടുപേരും ചെയ്തത് ഒരേ കുറ്റം തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്തേ, ശരിയല്ലേ? അവൾ മുങ്ങി, ഇവനും അതുപോലെ തന്നെ ഇവിടെയുള്ളവരെ പറ്റിച്ചിട്ടല്ലേ മുങ്ങിയത്. എന്താ, നീയൊക്കെ മിണ്ടാനൊന്നും ഇല്ലടാ എന്ന് ചോദിച്ചോ. പോലീസിനെ നീ വിളിക്കുന്നില്ലേടി എന്ന് ചോദിച്ചു ഉടനെ അവളോട്. അപ്പോൾ അവളും മിണ്ടാതെ നിൽക്കുകയാണ്. ചന്ദ്രയുടെ വായന, കള്ളൻ്റെ അമ്മയും ഭാര്യ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തേ, രണ്ടുപേർക്കും ഒന്നും മിണ്ടാനില്ലേ? സച്ചി, വേണ്ടറാ, വിടറാ എന്ന് പറഞ്ഞ ഉടനെ അച്ഛൻ, ശരത്തെ, ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാമെന്നിട്ടാണോടാ നീ വന്നത് എന്ന് ചോദിച്ചു. പിന്നെ സച്ചിയേട്ടാ, പോലീസ് വന്നതും പറഞ്ഞതും ഒക്കെ ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നോ? ഇവരോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കഷ്ടം തന്നെ. കേട്ടോ നിങ്ങൾ, സന്തോഷമായില്ലേ? ക്ഷമ ചോദിക്കാൻ വന്നവനെ കള്ളനെ വിളിച്ച് അടിച്ചു വെക്കാൻ നോക്കി. അപ്പോൾ ശരിക്കും നിന്നെയോ? നീയൊക്കെ എന്തിനാടാ പഠിച്ചത്? അതിൻ്റെ വിവരമോ വെളിവോ വല്ല നിനക്കുണ്ടോ? കഷ്ടം തന്നെ നിൻ്റെ കാര്യം. ബൈക്ക് മോഷ്ടിച്ച ഇവനെ നിങ്ങൾ തല്ലി. അപ്പം 50 ലക്ഷം മോഷ്ടിച്ച ഞാൻ ഇവനെ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. ഇവനാണെങ്കിലോ എന്നോ ചെയ്തു പോയ ചെറിയ തെറ്റിന് ക്ഷമ ചോദിക്കാൻ ഇവൻ വന്നു. നീ വലിയൊരു തെറ്റ് ചെയ്തു. എന്നിട്ട് അച്ഛനോടോ ഞങ്ങളോടോ അതിൻ്റെ പേരിൽ നീ ക്ഷമ ചോദിച്ചിട്ടുണ്ടോടാ? ഉണ്ടോ? ചോദിച്ചതിന് മറുപടി പറയടാ. അപ്പം മിണ്ടുന്നില്ല, ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. ഇല്ല, നീ ഒരു പേരും കളനാ, തെല്ലും കുറ്റബോധം ഇല്ല നിനക്ക്. നീ ഇനിയും ചെയ്ത തെറ്റ് ഇനിയും വീണ്ടും ആവർത്തിക്കും. പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിന്നെ വിശ്വസിച്ച പലരും അനുഭവിക്കും. ഇനി കണ്ടോ നീ, അല്ലെങ്കിൽ നീ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിന്നു. അപ്പോൾ സച്ചിക്കാണെങ്കിൽ ശരത്തിനെ നോക്കിയിരുന്നു. സച്ചി, എടാ വിട്ടുകളാ, മതി, ഈ വിഷയം ഇവിടത്തെ വിഷയം നിർത്തിക്കോ, എല്ലാവരും അകത്തേക്ക് പോ. രേവതി, ശരത്തിനെ കൂട്ടി അകത്തേക്ക് പോ മോളെ, അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊട് എന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതിടാ. രേവതി, നീ ഇവനെ വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞ് ഇവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇപ്പം ബുക്കും പുസ്തകവും ഒക്കെ എടുത്തു. എന്നിട്ട് ഇവരെ അകത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേനും ഡി എന്ന് വിളിച്ചു ചന്ദ്ര. അപ്പോൾ വേഗം തന്നെ ചന്ദ്രേ എന്നൊരു ഭയങ്കര ഒച്ചയ്ക്കൊരു വിളി രവിയുടെ വന്നു കേട്ടോ. കയറി പൊടി അകത്ത് എന്ന് പറഞ്ഞു. ഒന്ന് വിറച്ചു പോയി എന്നുള്ളതാണ് സത്യം. ഈ ചന്ദ്രയോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഇവള് ശരിയായേനെ. അപ്പോൾ വേഗം തന്നെ ചന്ദ്ര ഒന്നും മിണ്ടിയില്ല, നേരെ അകത്തേക്ക് വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ അകത്തേക്ക് ചെന്നു. എന്നിട്ട് ചായയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ശരത്തും കൂടെ അടുക്കളയിൽ ചെന്നു കേട്ടോ. എന്നിട്ട് കരയാണ്. ചേച്ചി, ശരത്തെ മോനെ വിഷമിക്കാതെടാ, കരയാതെടാ എന്ന് പറഞ്ഞു. നീ എന്തിനാ വിഷമിക്കുന്നത്? സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞു.
ഞാൻ മോഷ്ടിക്കരുതായിരുന്നു. ഞാൻ അന്ന് ചെയ്ത ചെറിയ തെറ്റിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോഴാണ് ചേച്ചി അനുഭവിക്കുന്നത്. ഇത്രയും വലുതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചി. സാരമില്ലടാ, പണക്കാർ എത്ര കോടികൾ മോഷ്ടിച്ചാലും പിന്നീട് അത് എല്ലാവരും മറക്കും. പക്ഷേ പാവപ്പെട്ടവൻ 1 രൂപ മോഷ്ടിച്ചാൽ അത് ജീവിത അവസാനം വരെ കള്ളൻ എന്ന പേരുണ്ടാവും മോനെ. ആരും അത് മറക്കുകയില്ല. അതാണ് ഈ സമൂഹം. ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു, മോനത് പിന്നീട് ആവർത്തിച്ചതുമില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ കണ്ടില്ലേ മോനെ ക്രൂശിച്ചത്. ഒരിക്കലും 1 രൂപ പോലും മോഷ്ടിക്കരുത്. ഇതൊരു പാഠമോ മോനെ? ഇല്ല ചേച്ചി, ഞാൻ ഒരിക്കലും ഒരു കള്ളത്തരം ചെയ്യില്ല, ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞു. കരയരുത്, പോട്ടെ മോനെ. ഇത് വീട്ടിൽ ചെന്ന് നീ അമ്മയോടൊന്നും പറയരുത്. അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ടാ. ഇല്ല ചേച്ചി, പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ശ്രീകാന്തിനെയും വർഷേനെയാണ്. അപ്പോൾ ശ്രീകാന്ത് വർഷ ചെയ്തേണ്ട കൊണ്ടുപോയി എന്താ പറയുക, അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടു കേട്ടോ. അതെ, ഓക്കെ ബായിടാ, എന്നാൽ ഞാൻ വിളിക്കാം. വൈകുന്നേരം പിക്ക് ചെയ്യാൻ വരുമല്ലോ അല്ലേ? വരണോ? പിന്നെ വൈകുന്നേരം 6 മണിക്ക് ഇവിടെ എത്തിയിരിക്കണം. വന്നില്ലെങ്കിൽ നീ പിണങ്ങും അല്ലേ? നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ റെസ്റ്റോറൻറ്റിലെത്തും. അത്രയേ ഉള്ളൂ. ശരി, എന്തായാലും നിൻ്റെ ബൈക്കിൽ കയറിയേ ഞാൻ പോവും. ശരി, എത്താം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തിൽ യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. ശ്രീകാന്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ ബൈക്കിന് മുന്നിൽ ഒരുത്തം കൊണ്ടുപോയി വട്ടം വയ്ക്കുകയാണ്. എന്നിടാ, കണ്ണൊന്നും കണ്ടുകൂടേടാ എന്ന് ചോദിച്ചു. ഇത് കൊള്ളാലോ, ഇയാളല്ലേ ഓവർ സൈഡ് കയറി വന്ന് എൻ്റെ ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്തത്, എന്നിട്ടാണോ എന്ന് ചോദിച്ചു. ഒരു പുച്ഛഭാവത്തിൽ ഇവൻ മുന്നിൽ നിന്ന് വണ്ടി എടുത്ത് മാറടാ. നീ എന്താണ് ഒച്ച വയ്ക്കുന്നത്? എന്തേ വണ്ടി എടുത്ത് മാറ്റിയില്ല നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്ത് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അത് ശരി, അപ്പോൾ ഗുണ്ടായിസാ. അപ്പോൾ ഇവന്മാർ നിന്നെ ഞാൻ വീട്ടിൽ വിടില്ല കേട്ടോ. അതെ, പറഞ്ഞേക്കാം. അതെ, നീ ചെന്ന ചെറിയ കുട്ടികളെ നോക്കി കണ്ണുർട്ട്, അവർ പേടിച്ച് കരയുമായിരിക്കും. എന്നോട് വേണ്ട കേട്ടോ. എവിടെ പോകുന്നു നീ? പെൺകുട്ടികളെ നീ ശല്യം ചെയ്യൂലടാ എന്ന് ചോദിച്ച് ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആകണം കേട്ടോ. ആദ്യം ശ്രീകാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുവെങ്കിലും പക്ഷേങ്കിലും ശ്രീകാന്തിനും ശരിക്കും തല്ല് കിട്ടിയിട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സച്ചി അതിലെ വണ്ടിയും കൊണ്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സച്ചി നോക്കിയപ്പോഴത്തേനുമാണ് ശ്രീകാന്തിനെ കാണുന്നത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ സച്ചിയുടെ പൊളി അടി എന്ന് പറഞ്ഞാൽ അടിച്ച് നേരത്തെ കളഞ്ഞു. ഇവന്മാർ ഊട്ടുപാട് ഓടാൻ തുടങ്ങി കേട്ടോ. ഓടി അവന്മാർ രണ്ടുപേരും ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ വേഗം തന്നെ അവൻ ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവനിങ്ങനെ നോക്കണം. അയ്യോ, സച്ചിയുടെ തള്ളല്ലേ, നീ സജീവൻ്റെ അനിയനല്ലേ എന്ന് ചോദിച്ചു. അതെ. നീ എന്തിനാണ് എൻ്റെ അനിയനെ തല്ലിയത്? അയ്യോ, നിങ്ങളുടെ അനിയനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ പൊന്ന് സച്ചേട്ടാ, സച്ചേട്ടാ, സോറി ബ്രദർ എന്ന് പറഞ്ഞു. എന്തിനാടാ നീ എന്തിനാ ഇവനെ തല്ലിയത്? ജീവിക്കണ്ടേ, കാശിന് വേണ്ടി തല്ലിയതാ. ആരാടാ പറഞ്ഞത്? അയ്യോ, അത് പിന്നെ സച്ചേട്ടാ പറയടാ, ആരാ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. ഞാൻ പറയാം. ഗതാഗത വകുപ്പ് ജോലി ചെയ്യുന്ന മധുസൂദനൻ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് കാശ് തന്നത് ഇയാളെ തല്ലാൻ പറഞ്ഞു. അയാളോ എന്ന് ചോദിച്ചു. വിട്ടുപോടാ എന്ന് പറഞ്ഞു. എടാ, നിനക്ക് വല്ലതും പറ്റിയോടാ? ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ടേട്ടാ, കുഴപ്പമില്ല. അയാളെന്തിനാ നിന്നെ ആൾ വിട്ട് അടുപ്പിച്ചത്? എന്താ പ്രശ്നം? അച്ഛനും അദ്ദേഹം തമ്മിലുള്ള വിഷയത്തിൽ നീ ഇടപെട്ടോ? ഇല്ല, അത് വിട്, ഏട്ട ചെല്ല് എന്ന് പറഞ്ഞു. ഞാൻ പോവാ. ഡാ, അവിടെ നിൽക്ക. അയാൾ അച്ഛനുള്ള ദേഷ്യം നിന്നോട് തീർക്കാനിരിക്കുമായിരുന്നോ? എങ്കിൽ കേട്ടോ, അത്രയ്ക്ക് അയാൾ എങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. ഏട്ടാ വേണ്ടേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഞാനൊന്ന് പറയട്ടെ. അത് വിട്ടുകളാ എന്ന് പറഞ്ഞു. എൻ്റെ അനിയനെയാ അയാൾ ആളെ വിട്ട് തെളിച്ചത്. ഞാനുള്ള ശിക്ഷ ഞാൻ അയാൾക്ക് കൊടുത്തിരിക്കും എന്ന് പറഞ്ഞ് സച്ചി നേരെ മധുസൂദനൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പം മധുസൂദനാണ് ഭയങ്കര സന്തോഷത്തിൽ. ഈ മധുസൂദനൻ ആരാണെന്ന് ഇപ്പം അവൻ്റെ ആ പീറച്ചെറുക്കന് മനസ്സിലായി കാണും എന്നൊക്കെ പറഞ്ഞ് ആത്മനിർവൃതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നെനിക്ക് ഭക്ഷണമില്ലാത്ത ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കാൻ ഞാൻ സച്ചി വേണ്ട മാസ് എൻട്രി ആയിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.